നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ പ്രവാസികൾക്ക് ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിൻമെന്റ് സാഹേൽ വഴിയായിരിക്കും. ഇലക്ട്രോണിക് സേവനങ്ങൾക്കായിട്ടുള്ള സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സാഹേൽ വഴി ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിൻമെന്റിന് ബുക്കിംഗ് സേവനമൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പുറത്തു നൽകിയിരിക്കുന്നത്. അംഗീകൃത ട്രാഫിക് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിന് ആവശ്യമായിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതുന്നതിന് പൗരന്മാർക്കും താമസക്കാർക്കും അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാൻ ഈ സേവനങ്ങൾ അനുവദിക്കുന്നുവെന്ന് മന്ത്രാലയത്തിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ അറിയിച്ചു. സർക്കാർ സേവനങ്ങളുടെ ഡിജിറ്റൽ പരിവർത്തനത്തിനൊപ്പം തന്നെ നീങ്ങാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സേവനം കൊണ്ടുവന്നത് എന്നും അവർ വ്യക്തമാക്കി. അതേസമയം ഗതാഗത നിയമങ്ങൾ എപ്പോഴും കർശനമായി പാലിക്കപ്പെടുന്ന ഒരു നാടാണ് കുവൈറ്റ്. മലയാളി പ്രവാസികൾ മിക്കവരും കുവൈറ്റിലേക്കൊക്കെ എത്തുന്നത് അവിടെ പ്രധാനമായും ഡ്രൈവിംഗ് ജോലിയൊക്കെ തേടിക്കൊണ്ട് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ മാർച്ചിലാണ് UAE പരിഷ്കരിച്ച ഗതാഗത നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ഇതിനൊപ്പം തന്നെയാണ് പുതിയൊരു നടപടികളുടെ നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത നടപടി ശുപാർശ ചെയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ക്യാബിനറ്റ് ജനറൽ സെക്രട്ടേറിയറ്റ് ബന്ധപ്പെട്ട അതോറിറ്റിയുമായി സംയോജിപ്പിച്ച വികസിപ്പിച്ചിട്ടുള്ള UAE ലെജിസ്ലേഷൻ പ്ലാറ്റ്ഫോം പ്രഖ്യാപിച്ചതനുസരിച്ചാണ് പുതിയ ഫെഡറൽ നിയമപ്രകാരം 3 വിഭാഗങ്ങൾക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമുണ്ടാകില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. വിദേശ രാജ്യത്ത് നിന്നുള്ള സാധുവായിട്ടുള്ള ലൈസൻസ് കൈവശമുള്ളവർ, രാജ്യാന്തര ലൈസൻസ് ഉള്ളവർ, സന്ദർശക വിസയിലെത്തിയവരും മേൽപ്പറഞ്ഞ 2 ലൈസൻസുകളിൽ ഏതെങ്കിലും ഒന്ന് ഇവർക്കൊക്കെ UAE ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമില്ല എന്നായിരുന്നു അന്ന് അറിയിച്ചിരുന്നത്. കൂടാതെ ലൈസൻസ് എടുക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 17 വയസ്സാക്കിയിട്ടുണ്ട് എന്നും അന്ന് അറിയിച്ചു. പുതിയ നിയമപ്രകാരം ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ തടവും പിഴയും ലഭ്യമാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റുള്ളവരുടെ ജീവന് ആപത്ത് വരുത്തത്തക്ക വിധത്തിൽ വാഹനവുമായി റോഡിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതും ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് എന്നും അറിയിച്ചു. ട്രാഫിക് കേസുകളിൽ പിടിക്കപ്പെടുന്നവർ പേരും വിലാസവും നൽകാതിരുന്നാലും അത് തെറ്റായ വിവരങ്ങൾ നൽകിയാലും അധികാരികൾക്ക് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമാണ് പുതിയ നിയമപ്രകാരം നൽകിയിട്ടുള്ളത്. അപകടമുണ്ടാക്കിയ ശേഷം ഒളിച്ചോടാൻ ശ്രമിച്ചാലും പോലീസ് പരിശോധനയിൽ നിന്ന് കടന്നുകളയാൻ ശ്രമിച്ചാലും അറസ്റ്റ് ചെയ്യപ്പെടും. കേടുപാടുകളുള്ള വാഹനവുമായി നിരത്തിലിറങ്ങിയാൽ വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരവും അന്ന് പുറത്തു നൽകിയിരുന്നു. സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കലും വലിയ പിഴ ലഭിക്കുന്ന കുറ്റം തന്നെയാണ്. ലംഘനം വീണ്ടും ആവർത്തിച്ചാൽ വാഹനം കണ്ടുകെട്ടുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വാഹനത്തിന്റെ സ്വാഭാവിക ഘടനയിൽ അനുമതിയില്ലാതെ വരുത്തുന്ന മാറ്റങ്ങൾക്കും വാഹനം പിടിച്ചെടുക്കാനുള്ള നിയമമാണ് ഉള്ളത്. കൂടാതെ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട വാഹനമാണ് എങ്കിൽ പിടിച്ചെടുക്കാൻ അധികാരികൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. UAE അംഗീകാരമില്ലാത്ത ലൈസൻസുമായി വാഹനം ഓടിച്ചാൽ ആദ്യഘട്ടത്തിൽ 2000 ദിർഹം മുതൽ 10,000 ദിർഹം വരെയായിരിക്കും പിഴയായി നൽകുന്നത്. ലംഘനം വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ 5000 മുതൽ 50,000 ദിർഹം വരെ പിഴയും അതോടൊപ്പം തന്നെ 3 മാസം വരെ തടവും ലഭ്യമാകുന്ന കുറ്റമാണ്. ലൈസൻസിൽ ഉൾപ്പെടാത്ത വിധത്തിലുള്ള വാഹനങ്ങളാണ് ഓടിക്കുന്നത് എങ്കിൽ 5000 മുതൽ 50,000 ദിർഹം വരെ പിഴ ലഭിച്ചേക്കും. ഇതേ ലംഘനം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ പിഴ 20,000 ദിർഹം മുതൽ 1,00,000 ദിർഹമായി ഉയരുകയും 3 മാസത്തെ തടവ് നൽകേണ്ടി വരികയും ഒക്കെ ചെയ്യുമെന്നാണ് പുതിയ നിയമപ്രകാരം പറയുന്നത്. പുതിയ നിയമപ്രകാരം അനുവാദമില്ലാത്ത ഇടങ്ങളിൽ കൂടി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ചാലും പിഴ നൽകേണ്ടി വരും. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗപരിധിയുള്ള റോഡുകൾ മുറിച്ചു കടക്കാനും പാടുള്ളതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ പുതിയ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സേവനം കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പ്രകാരം എല്ലാവർക്കും, അതായത് പ്രത്യേകിച്ച് കുവൈറ്റിലെ പ്രവാസികൾക്കൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിൻമെന്റ് ഇനി സാഹേൽ വഴി ലഭ്യമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.